ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് LDF സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥിയായിരുന്ന K ബാബുവിന്റെ വിജയം ശരിവച്ച ഹൈക്കോടതി വിധിക്കെതിരെയാണ് M സ്വരാജിന്റെ നീക്കം. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ആരോപിച്ച് M സ്വരാജ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ജസ്റ്റിസ് PJ അജിത് കുമാർ തള്ളുകയായിരുന്നു. UDF വിതരണം ചെയ്ത സ്ലിപ്പിൽ അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചെന്നായിരുന്നു ആക്ഷേപം. സ്ലിപ്പിന്റെ പകർപ്പ് ഉൾപ്പെടെ സ്വരാജ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ സ്ലിപ്പിന്റെ ആധികാരികത തെളിയിക്കുന്നതിൽ ഹർജിക്കാരൻ പരാജയപ്പെട്ടുവെന്നും ക്രമക്കേട് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നും വിലയിരുത്തിയ കോടതി ഹർജി തള്ളുകയായിരുന്നു. ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തി 3 വർഷം പൂർത്തിയാകാനിരിക്കെയായിരുന്നു വിധി വന്നത്. ബാബുവിന് MLA ആയി തുടരാമെന്നുള്ള ജസ്റ്റിസ് PJ അജിത് കുമാറിന്റെ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. K ബാബു വോട്ടർമാർക്ക് നൽകിയ സ്ലിപ്പിൽ ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചതടക്കം ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് സ്വരാജ് ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രചരണത്തിലും അയ്യപ്പനെയും മതത്തെയും വിശ്വാസത്തെയും ദുരുപയോഗം ചെയ്തെന്നും സ്വരാജ് ആരോപിച്ചിരുന്നു. M സ്വരാജിന്റെ ഹർജി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് K ബാബു നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അത് തള്ളിയിരുന്നു. സ്വരാജിന്റെ ഹർജി നിലനിൽക്കുമെന്നും ഹൈക്കോടതിയിലുള്ള ഹർജി നടപടികൾ തുടരാമെന്നും അന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് ഹർജിയിൽ അന്തിമവാദം നടന്നത്. 992 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് 2021 ബാബു തിരഞ്ഞെടുക്കപ്പെട്ടത്. 992 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് 2021 ബാബു തിരഞ്ഞെടുക്കപ്പെട്ടത്. അവസാന റൗണ്ട് വരെ നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് K ബാബു സിറ്റിംഗ് MLA കൂടിയായ CPMന്റെ M സ്വരാജിനെ പരാജയപ്പെടുത്തിയത്. 25 വർഷം ബാബു തുടർച്ചയായി MLA ആയിരുന്ന മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. ബാർക്കോഴ വിവാദം ആഞ്ഞടിച്ച 2016 തെരഞ്ഞെടുപ്പിൽ സ്വരാജ് 4471 വോട്ടുകളുടെ അപ്രതീക്ഷിത വിജയം സ്വന്തമാക്കിയിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിലെ K ബാബുവിന്റെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഹർജി റദ്ദാക്കണമെന്നുള്ള ബാബുവിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ഈ വിധിക്കെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഫെബ്രുവരി 19 കേസ് ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. എന്നാൽ അതിൽ ബാബുവിനായിരുന്നു വിജയമുണ്ടായത്. അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചുവെന്നും മതചിഹ്നം ദുരുപയോഗം ചെയ്തുവെന്നുമാണ് ഹർജിയിലെ പ്രധാന ആരോപണങ്ങൾ. അയ്യപ്പന്റെ പേര് ദുരുപയോഗം ചെയ്താണ് ബാബു വിജയിച്ചത്. അയ്യപ്പനെ കെട്ടിക്കാൻ വന്ന സ്വരാജിനെ കെട്ടുകെട്ടിക്കണം എന്ന തരത്തിൽ ചുമരെഴുത്തുകൾ വരെ ഉണ്ടായിരുന്നു. അയ്യപ്പനൊരു വോട്ട് എന്ന് അച്ചടിച്ച സ്ലിപ്പുകൾ വിതരണം ചെയ്തു. ഇതിൽ ബാബുവിന്റെ പേരും ചിഹ്നമായി ഉണ്ടായിരുന്നു. മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും സ്ഥാനാർത്ഥി നേരിട്ടെത്തി അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചു. ജാതി, മതം, ഭാഷ, സമുദായം എന്നിവരുടെ പേരിൽ വോട്ട് ചോദിക്കരുതെന്ന തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനം നടത്തിയ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി തന്നെ വിജയായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു സ്വരാജിന്റെ ആവശ്യം. എന്നാൽ തങ്ങൾ ഇങ്ങനെ ഒരു സ്ലിപ്പ് അടിച്ചിട്ടില്ലെന്നും K ബാബു അന്ന് പറഞ്ഞു. ഇതെല്ലാം കൃത്യമായി ഉണ്ടാക്കിയതായിരുന്നുവെന്നും പോരാടി നേടിയ വിജയം മോശമാക്കി ചിത്രീകരിക്കാൻ LDF ശ്രമിച്ചുവെന്നും ബാബു കുറ്റപ്പെടുത്തി. അനാവശ്യ വ്യവഹാരങ്ങൾ അവസാനിപ്പിക്കാൻ ഇടതുപക്ഷ മുന്നണി തയ്യാറാകണമെന്നും K ബാബു ആവശ്യപ്പെട്ടിരുന്നു. തെറ്റ് ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിധി കേരളത്തിലെ UDF പ്രവർത്തകർക്ക് ആവേശം നൽകും. തന്റെ പേരിൽ മതചിഹ്നങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ലിപ്പ് അടിച്ച് വിതരണം ചെയ്ത് എതിർ പാർട്ടിക്കാരായിരിക്കാം. 2021 ജനകീയ കോടതി തന്നെ വിജയിപ്പിച്ചതാണ്. ആ വിജയത്തെ മോശമാക്കി ചിത്രീകരിക്കാനായിരുന്നു എതിരാളികളുടെ നീക്കം. ജനകീയ കോടതി വിധി LDF അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ വിധി അംഗീകരിക്കാൻ LDFും സർക്കാരും തയ്യാറാകണമെന്നും K ബാബു അന്ന് പറഞ്ഞിരുന്നു. ജസ്റ്റിസ് PJ അജിത് കുമാർ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് K ബാബുവിന് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചത്. ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തി 3 വർഷം പൂർത്തിയാകാനിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് കേസിലെ വിധി വന്നത്. അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചത് ജനാധിപത്യ നിയമത്തിന് വിരുദ്ധമാണെന്നാണ് LDF സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജ് വാദിച്ചത്. 2021 തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ 992 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ K ബാബു വിജയിച്ചത്. K ബാബുവിന് 65,875 വോട്ട് ലഭിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥി CPMലെ M സ്വരാജിന് 64,883 വോട്ടാണ് ലഭിച്ചത്. കോൺഗ്രസ് നേതാവ് K ബാബു മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടിയെന്നാരോപിച്ച് 2021 CPMലെ M സ്വരാജ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. K ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കി തന്നെ വിജയായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു സ്വരാജിന്റെ ആവശ്യം. സ്വരാജിന്റെ ഹർജി നിലനിൽക്കുമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ K ബാബു സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി അന്ന് തള്ളിയിരുന്നു. എന്നാൽ ഒടുവിൽ കോടതി വിധി K ബാബുവിന് അനുകൂലമായിരുന്നു. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട LDF സ്ഥാനാർത്ഥി M സ്വരാജിന് ഇനി സുപ്രീം കോടതിയിൽ ആശ്വാസവിധി ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം.